ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മീഡിയ 3 മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തെക്കുറിച്ചും ജീവിതത്തിലെ നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ഈ ബ്രാഹ്മ മുഹൂർത്ത സമയത്തെ പ്രത്യേകതകളും സർക്കാഡിയൻ താളം എന്ന ഒരു അവസ്ഥയെക്കുറിച്ചുമാണ്. ആദ്യം നമുക്ക് എന്താണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് നോക്കാം. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. ചിലർ ഇതിനെ ബ്രഹ്മമുഹൂർത്തം എന്നും പറയാറുണ്ട്. ഒരു മുഹൂർത്തം എന്നത് ഏകദേശം 48 മിനിറ്റാണ്. ബ്രാഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപായിട്ടുള്ള സമയമാണ്. കാലാവസ്ഥ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളെ ബാധിക്കുന്നതിന് അനുസൃതമായി ഓരോ ദിവസത്തെയും ബ്രാഹ്മമുഹൂർത്തം മാറിക്കൊണ്ടിരിക്കും. എങ്കിലും ബഹുഭൂരിപക്ഷം സാഹചര്യങ്ങളിലും രാത്രിയുടെ അവസാന പാദമായ പുലർച്ചെ 3:40 മുതൽ 5:30 വരെയുള്ള സമയമാണ് ബ്രാഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത്. ബ്രാഹ്മം എന്നാൽ ബ്രഹ്മത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിക്കുന്നതും മുഹൂർത്തം എന്നാൽ ശുഭസമയത്തെ കുറിക്കുന്നതുമാണ്. ഈ സമയത്തെ സരസ്വതിയാമം എന്നും പറയുന്നു. എന്താണ് ഈ സമയത്തിൻ്റെ പ്രാധാന്യമെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുണങ്ങളാണ് ഈ സമയത്തിനുള്ളത്, ആരൊക്കെ ഈ സമയത്ത് ചിട്ടയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നീ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം അതെങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന സമയമാണ് ബ്രാഹ്മമുഹൂർത്ത സമയം എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ സമയത്തിന് അത്തരത്തിലൊരു വിശേഷണം കൊടുക്കുന്നത്? അതിന് ചില പ്രത്യേകതകളുണ്ട്. ഈ സമയത്താണ്, അതായത് ബ്രാഹ്മമുഹൂർത്ത സമയത്താണ് നമ്മുടെ തലച്ചോറിനുള്ളിലെ പീനിയൽ ഗ്രന്ഥി സജീവമായി പ്രവർത്തിക്കുന്നത്. അതായത് പീനിയൽ ഗ്രന്ഥിയിൽ ഏറ്റവും കൂടുതൽ ശ്രവണം നടക്കുന്ന സമയമാണിത്. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഉചിതമായ സമയം. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള സമയം എന്ന് പറയാം. ഈ സമയത്തിൽ നിന്നാണ്, ഈ ബ്രാഹ്മമുഹൂർത്ത സമയത്തിൽ നിന്നാണ് സുഖം എന്ന അവസ്ഥയുടെ തുടക്കവും. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റിയ സമയം. ഇതിനെ ഭൗതികമായി മനസ്സിലാക്കിയ ശേഷം കുറച്ചുകൂടെ വ്യക്തതയിലേക്ക് വരാം. ആദ്യമായി തലച്ചോറിനുള്ളിലെ പീനിയൽ ഗ്രന്ഥി എന്താണെന്ന് നോക്കാം. പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തലച്ചോറിൻ്റെ മധ്യഭാഗത്തായിട്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലാമസിന് തൊട്ടു മുകളിലുള്ള ഒരു ഗ്രോവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൈൻ കോണാകൃതിയിലുള്ള ഒരു ചെറിയ എൻഡോക്രൈൻ ഗ്രന്ഥിയാണിത്. ഒരു ചെറിയ ഗുളികയുടെ വലിപ്പത്തിലുള്ള ഏതാണ്ട് 1 ഗ്രാം വലിപ്പമാണ് ഇതിന് വരുന്നത്. ഇതിനെ 3-ാം കണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട്. സാധാരണ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ട്. യോഗികളും ഋഷിമാരും അവരുടെ 3-ാം കണ്ണിലൂടെ ലോകത്തെ കാണുന്നു എന്നൊക്കെ. അത് ആകർഷണീയതയുടെയും നിഗൂഢതയുടെയും വിഷയവുമാണ്. അതായത് മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ പീനിയൽ ഗ്രന്ഥിക്കുണ്ട്. ഈ പീനിയൽ ഗ്രന്ഥി മെലറ്റോണിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം ബ്രഹ്മമുഹൂർത്തവും പീനിയൽ ഗ്രന്ഥിയും അതുൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നാണ്. ഈ കാര്യങ്ങളാണ് വിശദമായി ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമേ കൃത്യമായി നമുക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്തിൻ്റെ പ്രാധാന്യം പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഡീറ്റെയിലായി പറയുന്നത്. നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് ഒരു താളമുണ്ട്, ഒരു ഋതമുണ്ട്. സാധാരണ നമുക്കതിനെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മൾ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോഴാണ്. അതായത് മറ്റു ശബ്ദങ്ങളൊന്നുമില്ലാതെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്താണ്. അങ്ങനെ ഒരു ധ്യാന നിമിഷത്തിലാണ് അത് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ധ്യാനം എന്ന് ഞാനിവിടെ പറയുന്നത് ഋഷിമാർക്കോ യോഗികൾക്കോ
അല്ലെങ്കിൽ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർക്കോ മാത്രമുള്ള കാര്യമാണ് എന്ന അർത്ഥത്തിലല്ല. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതും കൃത്യമായി ചെയ്യേണ്ടതുമായ ഒരു ദൈനംദിന പ്രവൃത്തി എന്ന രീതിയിലാണ്. അത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ എല്ലാ ദിവസവും ഒരു സമയം കൃത്യതയോടെ മുടക്കമില്ലാതെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ധ്യാനം ചെയ്യേണ്ടത് എന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ധ്യാന നിമിഷത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ചിന്തകളെയും ഒഴിവാക്കി നമ്മളെ മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ഈ പീനിയൽ ഗ്രന്ഥിയിൽ മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കുന്നത്. ഇനി ഈ ഹോർമോണിൻ്റെ ജോലി എന്താണ്? മെലറ്റോണിൻ എന്ന ഹോർമോണിന് നമ്മുടെ രാത്രിയിലുള്ള ഉറക്കത്തിൻ്റെയും രാവിലെയുള്ള ഉണർവിൻ്റെയും സർക്കാഡിയൻ ചക്രം നിയന്ത്രിക്കുക എന്ന ജോലിയാണുള്ളത്. മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പീനിയൽ ഗ്രന്ഥിയുടെ പ്രധാന പങ്ക് അതാണ്. അപ്പോൾ ഇവിടെ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും സർക്കാഡിയൻ ചക്രം അഥവാ സർക്കാഡിയൻ ഋതം അല്ലെങ്കിൽ സർക്കാഡിയൻ താളം അത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം 24 മണിക്കൂറിലും മനുഷ്യ ശരീരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക പ്രക്രിയയാണ് സർക്കാഡിയൻ ഋതം അഥവാ സർക്കാഡിയൻ താളം എന്ന് പറയുന്നത്. ഈ സങ്കീർണമായ സംവിധാനം നമ്മുടെ ഉറക്കത്തിൻ്റെ രീതികളെ മാത്രമല്ല, ശരീരത്തിൻ്റെ താപനില, ഹോർമോൺ ഉൽപ്പാദനം, വൈജ്ഞാനികമായ കഴിവുകൾ, പ്രായപൂർത്തിയാകുന്നതോടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ വികാസത്തെയും പ്രായപൂർത്തിയാകുന്നതിനെയും നിയന്ത്രിക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ജോലികളാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാഡിയൻ താളം നിയന്ത്രിക്കേണ്ടത് മനുഷ്യ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇനി എന്താണ് സർക്കാഡിയൻ താളമെന്ന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കാം. പീനിയൽ ഗ്രന്ഥികൾ വെളിച്ചവും ഇരുട്ടും തിരിച്ചറിഞ്ഞ് മെലറ്റോണിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിച്ച് ശരീരത്തിൻ്റെ സ്വാഭാവിക ഉറക്കത്തിൻ്റെ താളത്തെ സഹായിക്കുന്നു. അതായത് കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് ഉണരാനും സഹായിക്കുന്നു. ഇതിനെയാണ് നമ്മളിവിടെ സർക്കാഡിയൻ താളം എന്ന് മനസ്സിലാക്കേണ്ടത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പകൽ പോകുന്നതും രാത്രി വരുന്നതും മനസ്സിലാക്കി ഉറക്കം എന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ വെളിച്ചം വരുന്നത് മനസ്സിലാക്കി ഉണരുക എന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതുമായ പ്രവർത്തനത്തെയാണ് സർക്കാഡിയൻ താളം അഥവാ സർക്കാഡിയൻ ചക്രം അല്ലെങ്കിൽ സർക്കാഡിയൻ ഋതം എന്നൊക്കെ പറയുന്നത്. ഉറക്കത്തിൻ്റെ പാറ്റേണിനെ സ്വാധീനിക്കുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ മെലറ്റോണിൻ എന്ന ഹോർമോണിനെ ഉറക്ക ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. പ്രകാശത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചാണ് മെലറ്റോണിൻ എന്ന ഹോർമോണിനെ പീനിയൽ ഗ്രന്ഥി പുറത്തുവിടുന്നത്. വൈകുന്നേരം അഥവാ സന്ധ്യയാകുമ്പോൾ സ്വാഭാവിക വെളിച്ചം കുറയുമ്പോൾ മെലറ്റോണിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് ഉറക്കത്തിനായി തയ്യാറെടുക്കാനുള്ള സമയമായി എന്ന സൂചന നൽകുന്നു. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നതിന് വേണ്ടി ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ആന്തരിക പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാതെയാകുമ്പോഴാണ് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ശരീരം തുടക്കം കുറിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഉറക്കം വരണമെങ്കിൽ അവിടെ മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കണം. അതിലേക്കായി പീനിയൽ ഗ്രന്ഥിയെ സജീവമാക്കി നിർത്തേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഉറക്കത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇവിടെ മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിന് വലിയ പങ്കുണ്ട്. അതാണ് മുന്നേ പറഞ്ഞത്, പ്രകാശം ഇല്ലാതെയാകുമ്പോഴാണ് മെലറ്റോണിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നത്. അപ്പോൾ ഇരുട്ട് വരുന്നതോടെ, അതായത് പ്രകാശം കുറയുന്നതോടെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? സ്ക്രീനുകൾ, ഇൻഡോർ ലൈറ്റിംഗ് പോലുള്ള കൃത്രിമ സ്രോതസ്സുകളിൽ നിന്നുള്ള പ്രകാശം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, TV, ഇരുട്ടിലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഇവയൊക്കെ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടയുകയും ഉറങ്ങാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യും.
ഇത് സർക്കാഡിയൻ താളത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഇവയുടെ ഉപയോഗം ശ്രദ്ധിക്കുക. അപ്പോൾ മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ സഹായത്താൽ ശരീരം നിയന്ത്രിക്കുന്ന സമയത്ത് നമുക്കുറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് രാത്രിയിൽ കൃത്യസമയത്ത് നമുക്കുറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ ഏതെങ്കിലും നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സർക്കാഡിയൻ താളത്തെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് സർക്കാഡിയൻ താളത്തെ, അതായത് എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഉണരണം എന്ന സംവിധാനത്തെ ക്രമപ്പെടുത്താനും സാധിക്കും. നമ്മൾ പർപ്പസായി ചെയ്യേണ്ട ഒരു കാര്യമാണത്. രാത്രി ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് പകൽ ഒരു നിശ്ചിത സമയം ഉറക്കത്തിനായി മാറ്റിവെക്കുക. ആ സമയം കൃത്യമായി ഉറങ്ങുക. സമയത്തിൽ കഴിയുന്നതും മാറ്റം വരുത്താതിരിക്കുക. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരം തീരുമാനിക്കുന്ന സമയത്തല്ല നമ്മൾ ഉറങ്ങുന്നത് എന്ന ബോധ്യമുണ്ടായിരിക്കണം. രാത്രിയിൽ, അതായത് ഇരുട്ട് തുടങ്ങുമ്പോൾ ഉറങ്ങുന്നത് തന്നെയാണ് ശരിയായ രീതി. അതായത് ശരീരം തീരുമാനിക്കുന്ന സമയത്ത് ഉറങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ രീതി. എങ്കിൽ മാത്രമേ പീനിയൽ ഗ്രന്ഥിക്ക് മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളെ ശരിയായി നടത്താൻ കഴിയൂ എന്നും മനസ്സിലാക്കുക. ഇതിനെ എത്രയും കൃത്യമായി പറയാൻ കാരണമുണ്ട്. ഇതിനെ നമ്മൾ അവഗണിച്ചാൽ, അതായത് ഉറക്കം വരുന്ന സമയത്തെ ശ്രദ്ധിക്കാതെ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ, അത് എല്ലാ ദിവസവും തുടരുകയാണെങ്കിൽ നമ്മുടെ ശരീരം പ്രതികരിക്കും. അതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല. ഉത്കണ്ഠ, വിഷാദം, ബൈപോളാർ ഡിസോർഡർ തുടങ്ങി മാനസികാവസ്ഥ വൈകല്യങ്ങളായിട്ടോ വരാം. മാത്രമല്ല പൊണ്ണത്തടി, പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. കൂടാതെ വിശപ്പുമായി ബന്ധപ്പെട്ട മെറ്റാബോളിസത്തെയും ഹോർമോണുകളെയും നിയന്ത്രിക്കുന്നതിൽ സർക്കാഡിയൻ താളം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാഡിയൻ താളം തെറ്റാതെ തന്നെ നോക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്സാരമായി കാണാതിരിക്കുക. നൈറ്റ് ഷിഫ്റ്റ് ജോലി മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ടും സർക്കാഡിയൻ താളം തെറ്റാം. ചില അസുഖങ്ങൾക്കായി നമ്മൾ കഴിക്കുന്ന ഓവർഡോസ് മരുന്നുകൾ, ചില ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, മാനസിക വിഷമമുണ്ടാക്കുന്ന പെരുമാറ്റങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായ ഉറക്കം ലഭിക്കണമെന്നില്ല. കൃത്യമായ ഉറക്കം കിട്ടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുണ്ടായിരിക്കും. ദൈനംദിന കാര്യങ്ങളുടെ താളം തന്നെ തെറ്റിയിട്ടുണ്ടാവും. ആ ദിവസം ചെയ്യേണ്ട പല കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഒരു കാട്ടിക്കൂട്ടൽ എന്നോണമായിരിക്കും കാര്യങ്ങൾ നടന്നു പോവുക. പിന്നെ ഡിപ്രഷനായി, മാനസിക പ്രയാസങ്ങളായി, അങ്ങനെ തുടങ്ങി പിന്നെ അത് പല രോഗങ്ങളിലേക്കും കടക്കുന്നു. ഇനി നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സർക്കാഡിയൻ താളത്തെ ക്രമപ്പെടുത്താനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം, രാത്രിയിൽ ഉണർന്നിരുന്നിട്ട് പകൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് കുറയ്ക്കുക. മാത്രമല്ല കാപ്പി പോലുള്ള കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക. കാരണം കഫീൻ നമ്മുടെ ഉറക്ക രീതികളെ തടസ്സപ്പെടുത്തുകയും പതിവിലും കൂടുതൽ നേരം ഉണർന്നിരിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ചിലർ കൂടുതൽ സമയം ഉണർന്നിരിക്കാനായി, ഉറക്കം വരാതിരിക്കാനായി രാത്രിയിൽ കട്ടൻ ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ ക്രമപ്പെടുത്തുക. കൂടാതെ ഭാരിച്ച ജോലികൾ, കൂടുതൽ കായികാധ്വാനം ആവശ്യമായ ജോലികൾ ചെയ്യാതിരിക്കുക. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സർക്കാഡിയൻ താളത്തെ നമുക്ക് തന്നെ ഒരു പരിധിവരെ ക്രമപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ പീനിയൽ ഗ്രന്ഥി ആക്റ്റീവായിരുന്നാൽ മാത്രമേ സർക്കാഡിയൻ താളം ശരിയായി നടക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പീനിയൽ ഗ്രന്ഥി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടെയാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. പീനിയൽ ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനായി കൃത്യമായി മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുക എന്ന് നേരത്തെ പറഞ്ഞു. ആ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഉചിതമായ സമയമാണ് ബ്രാഹ്മ മുഹൂർത്ത സമയം. അതായത് പുലർച്ചെ 3:40 മുതൽ 5:30 വരെയുള്ള സമയം. ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു 15 മിനിറ്റ് മെഡിറ്റേഷനായി സെലക്ട് ചെയ്യുക. മെഡിറ്റേഷൻ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും അതിനെ യൂണിവേഴ്സിൽ സമർപ്പിക്കാനും ഏറ്റവും നല്ല സമയമാണിത്.
എന്തുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്? അതിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. പൂർണ്ണമായ നിശബ്ദതയിൽ നിൽക്കുന്ന ഈ സമയത്ത്, അതായത് ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത്, നമ്മുടെ ഹൃദയതാളവും യൂണിവേഴ്സിൻ്റെ താളവും, അതായത് പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനങ്ങളുമായി ട്യൂൺ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്ന ഒരു താളമുണ്ട്, അതുപോലെ തന്നെ പ്രപഞ്ചത്തിനും ഒരു സ്പന്ദനമുണ്ട്. ഈ രണ്ട് സ്പന്ദനങ്ങളും ഒരേ താളത്തിൽ ഒരേ ക്രമത്തിൽ എത്തുമ്പോഴാണ് യൂണിവേഴ്സിൻ്റെ, അതായത് പ്രപഞ്ചത്തിൻ്റെ പവർ അഥവാ ശക്തി നമ്മിലേക്ക് വരുന്നത്. ഈ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നത്. അതിലേക്ക് ബ്രാഹ്മമുഹൂർത്തം സെലക്ട് ചെയ്യാൻ കാരണം നിശബ്ദമായ അന്തരീക്ഷവും ശുദ്ധവായുവും നിറഞ്ഞ ഈ സമയം ഏത് കാര്യങ്ങളിലേക്കും മനസ്സിനെ പൂർണ്ണമായും സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ നേടിയെടുക്കാനുള്ള കഴിവും മാനസിക സംഘർഷങ്ങളില്ലാതെ സമാധാനത്തോടെ ഇരിക്കാനും സാധിക്കുന്നു. മെഡിറ്റേഷൻ മാത്രമല്ല, വിവിധ മതവിശ്വാസങ്ങളിലുള്ളവർക്ക് പ്രാർത്ഥനകൾ ചെയ്യാനും യോഗ ചെയ്യാനും കുട്ടികൾക്ക് പഠിക്കുന്നതിനും ബുദ്ധിവികാസത്തിനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ആത്മീയ സാധനകൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ സമയം. ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് യോഗ ആൻഡ് അലീഡ് സയൻസ് സൂചിപ്പിക്കുന്നു, ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നാസൽ ഓക്സിജൻ്റെ അളവ് ധാരാളമായി കാണുന്നു എന്ന്. ഇത് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഓക്സിജൻ നിറഞ്ഞ വായു ശ്വസിക്കുന്നത് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ ശക്തിപ്പെടുത്താനും ഊർജ്ജസ്വലത നൽകാനും സഹായിക്കുന്ന സമയം കൂടിയാണിത്. ശാന്തമായ അന്തരീക്ഷവും ബാഹ്യമായ അസ്വസ്ഥതകൾ കുറവായതുകൊണ്ടും ഏത് വിഷയങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചിന്തകളെ വ്യക്തമാക്കാനും സഹായിക്കുന്നു. ഇനി തൈറോയിഡ്, ഉത്കണ്ഠ, ആസ്മ, വിഷാദം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്തെ യോഗയും മെഡിറ്റേഷനും വ്യായാമങ്ങളും വളരെ പ്രയോജനം ചെയ്യും. ആയുർവേദ വിധിപ്രകാരവും യോഗാശാസ്ത്രപ്രകാരവുമെല്ലാം ബ്രാഹ്മമുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇനി ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കാം, പക്ഷെ മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാർത്ഥനയാണ്, അതായത് നന്ദി പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അത് കാണുക. നന്ദി നിങ്ങൾ തന്നെ സ്വയം പറയാൻ ശ്രമിക്കുക. പറയുന്നതാണ് നല്ലത്. പറയാൻ കഴിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈ നന്ദി പ്രാർത്ഥന കേൾക്കുകയെങ്കിലും ചെയ്യുക. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിന്നീട് ഉറങ്ങാൻ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനമായ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ആരംഭ സമയമായ 3:30 തന്നെ ഉണരണം എന്ന ഒരു നിർബന്ധവുമില്ല. 4 മണിക്കോ 4:30 ഉണർന്നാലും മതി. അതിനനുസരിച്ച് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 10 ദിവസം ഈ രീതിയിൽ ചെയ്തു നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഒരു പരീക്ഷണാർത്ഥം ചെയ്യേണ്ട, നമുക്ക് വേണ്ടിയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവശക്തി. അതിൻ്റെ പ്രകടനം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ സമയത്ത് എഴുന്നേറ്റ് പഠിക്കാൻ ശീലിപ്പിക്കുക. എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ള കഴിവുകൾ, അതിൻ്റെ പരിശീലനം ഈ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സമയം എല്ലാവർക്കും ഉചിതമല്ല എന്നതും മനസ്സിലാക്കുക. അത് നമ്മൾ തിരിച്ചറിയുക. ഗർഭിണികൾ, ചെറിയ കുഞ്ഞുകുട്ടികൾ, നല്ല പ്രായം ചെന്നവർ, മാനസികമായി പ്രയാസമുള്ളവർ, മാനസിക രോഗമുള്ളവർ, തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്ക് ബ്രാഹ്മമുഹൂർത്ത സമയത്തെ ചിട്ടകൾ ദോഷം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവർ ഈ സമയം അധികമായി ഉപയോഗിക്കാതിരിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്.
ഈ മുഹൂർത്തത്തിൽ, അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അനാരോഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. അതനുസരിച്ച് സർക്കാഡിയൻ താളത്തെ ക്രമപ്പെടുത്തുക. ഒരു വ്യക്തി പ്രായപൂർത്തിയാകുന്നതോടെ പീനിയൽ ഗ്രന്ഥി നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ വികാസത്തെയും പ്രായപൂർത്തിയാകുന്നതിനെയും നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതുകൊണ്ട് തന്നെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ന് ഈ സമയത്തിൻ്റെ പ്രാധാന്യം പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എന്നാൽ പല ആവശ്യങ്ങൾക്കായി ഈ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. ഇപ്പോൾ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉദാഹരണം ഇവിടെ സൂചിപ്പിക്കാം. ഈ സമയത്താണ് ഗണപതി ഹോമം ചെയ്യുന്നത്. ഇപ്പോൾ പലരും ഇതറിയാതെ ഗണപതി ഹോമം ഒരു ചടങ്ങായി സൂര്യോദയത്തിന് ശേഷമാണ് നടത്തുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ആരംഭിച്ച് സൂര്യോദയം തുടങ്ങുമ്പോൾ ഹോമം അവസാനിപ്പിക്കുക. അങ്ങനെ ക്രമീകരിച്ചാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഗണപതി ഹോമം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം, ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ഹോമം നടക്കുമ്പോൾ പലതരത്തിലുള്ള എനർജികൾ അവിടെ ഉണ്ടാകുന്നു. അതിപ്പോൾ ഹോമകുണ്ഡത്തിലെ തീയിൽ നിന്നുണ്ടാകുന്ന പ്രകാശോർജം, അതായത് ലൈറ്റ് എനർജി, അതുപോലെ തന്നെ ചൂട് ലഭിക്കുന്നതിലൂടെ ഹീറ്റ് എനർജിയും, അതുപോലെ തന്നെ സ്മെൽ എനർജി, വിവിധ സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സുഗന്ധത്തിൻ്റെ എനർജിയും, മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ശബ്ദോർജവും, അതായത് സൗണ്ട് എനർജിയും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന എനർജികളും ബ്രാഹ്മമുഹൂർത്ത സമയത്തെ നിശബ്ദതയും കൂടുതലായി നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ ആക്ടിവേറ്റ് ആക്കാൻ സഹായിക്കുന്നവയാണ്. ഇത് മനസ്സിലാക്കി ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യമായി പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മീഡിയ3 മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.